കൂർക്കഞ്ചേരി പൂയമായതുകൊണ്ട് തന്നെ അതിരാവിലെ 4:30 വാർഡന്റെ കോള് വന്നു. കാവടി വരുന്നുണ്ട്, കാണാൻ പോരുന്നുണ്ടോ എന്ന്. ആദ്യം നല്ല മടിയായിരുന്നുവെങ്കിലും ഒണ്ടയല്ലേ ഉള്ളൂ എന്നോർത്ത് ഓടിപ്പോയി. ബട്ട് കണ്ട കാഴ്ചകൾ സ്വപ്നമാണോ സത്യമാണോ എന്ന ഹാങ് ഓവറിലായിരുന്നു ആദ്യത്തെ കുറച്ചു നേരം. തൃശ്ശൂരിൽ വന്നേ പിന്നെയാണ് കേട്ടോ ചിന്തുപാട്ടൊക്കെ കേൾക്കുന്നേ. ഓരോ ദേശത്തിനും ഇവിടെ കാവടിയുണ്ട്. അവർക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാനും ഒരു നിശ്ചിത ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഒരു ദേശത്തിന്റെ കൂട്ടായ്മയാണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത്. എല്ലാവരും സെയിം കളർ ഡ്രസ്, നൈസ് ആയിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് അലങ്കാർ റെസ്റ്റോറൻറ്റിൽ പോയിട്ടോ. ഇന്ന് പറഞ്ഞത് ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ. കാത്തു ഓപ്റ്റ് ചെയ്തത് ബീഫ് ബിരിയാണിയാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇവരുടെ ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്നെന്തോ കഴിക്കാനായിട്ട് ഒരു മൂഡ് തോന്നിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈവനിങ് കൂർക്കഞ്ചേരി പൂയം കാണാനായിട്ട് വന്നു കേട്ടോ. ദേശത്തിന്റെ പന്തലാണ് കേട്ടോ. കണിമംഗലം, കണ്ണംകുളങ്ങര, വെളിയന്നൂർ. ഇവരുടെ എഫേർട്ട് എടുത്തു തന്നെ പറയണം. ഒരു വീക്ക് മുന്നേ തന്നെ അതിന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിരുന്നു കേട്ടോ. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കൾച്ചറിന്റെ ഒക്കെ തന്നെ ഭാഗം കൊണ്ടായിരിക്കാം അല്ലേ. ഈവനിങ് ഫുള്ള് പൂരം കാണാനായിട്ട് നിന്നില്ല കേട്ടോ. നല്ല ടയേർഡായിരുന്നു. അങ്ങനെ നേരെ ഹോസ്റ്റലിലോട്ട് എത്തി. ഹോസ്റ്റലിൽ എത്തിയപ്പോഴേക്കും അഞ്ജലിയും ദക്ഷിണയും പൂരം കാണാൻ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. എത്ര ഭംഗിയല്ലേ അവർ ഒരുങ്ങുന്നതാണ്. നല്ല സുന്ദരി കുട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. ബാക്കി കഥകളുമായി നാളെ വരാം.